ഓൾ ഇന്ത്യ വീരശൈവ സഭയുടെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനതല ബസവേശ്വര ജയന്തി ആഘോഷത്തിന് ജില്ലയിൽ തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട് ആണ്ടിമഠം പഞ്ചാലിയമ്മൻ ഹാളിൽ നടന്നു. പാലക്കാട് MP VK ശ്രീകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഒരു സമ്പൂർണ്ണ ജനാധിപത്യ രാജ്യത്ത് എവിടെയെങ്കിലും സുപ്രീം കോടതിയിൽ തെറ്റുപറ്റിയാൽ തിരുത്താൻ പാർലമെന്റ് എല്ലാവരെയും ഉൾക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ സുപ്രീം കോടതിയൊക്കെ പരസ്പരം തിരുത്താനുള്ള അധികാരമുണ്ട്. അതാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറയുന്നത്. ഒരു പാർട്ടിക്കും നമ്മുടെ രാജ്യത്തെ ഒഴുകാൻ കഴിയും, ഒരു വ്യക്തിക്കും അതീശത്വത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയും. ഇതൊരു ഏകാധിപത്യവും സ്വേച്ഛാധിപത്യവും നടത്താൻ നമ്മുടെ ഭരണഘടനയിൽ കഴിയില്ല. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ ജയിക്കും, അവർ ഭരിക്കും, അവർ ഇലക്ഷനിൽ തോക്കും, വീണ്ടും ജയിക്കും. ഇതെല്ലാം സംഭവിക്കുമെങ്കിലും ഭരണഘടന എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമായ സംരക്ഷണം അവകാശമുള്ളതാണ്. 21-ാം നൂറ്റാണ്ടിലും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വേർതിരിവ് വെച്ചു പുലർത്തുന്നവരുണ്ട് എന്നത് ഖേദകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് മാറ്റമുണ്ടാകാൻ സമൂഹം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വീരശൈവ ഉപവിഭാഗങ്ങളായ കുരുക്കൾ, ഗുരുക്കൾ, ചെട്ടി, ചെട്ടിയാർ തുടങ്ങിയവരെ കേന്ദ്ര പിന്നോക്ക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിന് ലോക്സഭയിൽ ഉന്നയിക്കുമെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് R രവി മുടപ്പല്ലൂർ അധ്യക്ഷനായി. സഭാ സംസ്ഥാന ജനറൽ സെക്രട്ടറി K ഗോകുൽദാസ് മുഖ്യപ്രഭാഷണം നടത്തി. കേരള സംസ്ഥാന കൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ P രാമഭദ്രൻ മുഖ്യാതിഥിയായി. പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, അകത്തേത്തറ ഗ്രാമപഞ്ചായത്ത് മെമ്പർ B മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. സമ്മേളനത്തിൽ ബസവ സമിതി സംസ്ഥാന പ്രസിഡന്റ് S രാധാകൃഷ്ണപിള്ള, ഡോക്ടർ പ്രസന്നകുമാർ തിരുവല്ല, കുശലൻ തിരുവനന്തപുരം, K രമേഷ് ബാബു, CV മണികണ്ഠൻ, PV ലതിക, K പഴനിയാണ്ടി, N കുട്ടൻ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ് പാലക്കാട്.